السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين. بسم الله ما شاء الله كان، بسم الله ما شاء الله كان، بسم الله ما شاء الله كان، وما لم يشأ لم يكن، لا حول ولا قوة إلا بالله. عليه توكلت وإليه أنيب. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله. عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأن هذا صراطي مستقيما، وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله. ذلكم وصاكم به لعلكم تتقون. صدق الله العلي العظيم. وستفترق هذه الأمة على 73 فرقة كلها في النار إلا واحدة. قالوا من هي يا رسول الله؟ قال من كان على مثل ما أنا عليه وصحابي. أحب الصالحين ولست منهم، لعلي أن أنال بهم شفاعة. تحب الصالحين وأنت منهم، رفيق القوم يلحق بالجماعة. فما قال الإمام أراه حقا، ومن كالشافع علما مطاعا. ويا ليت النساء يلدن يوما كمثل الشافعي في كل ساعة. SKSSF കൊള്ളൂർ യൂണിറ്റ് സംഘടിപ്പിച്ച് അതിമഹത്തായ സമസ്ത ആലിമീങ്ങളെ സ്മരിക്കടെ ഗണിക്കട്ടെ. അതുപോലെ ആധ്യാത്മിക മജ്ലിസുന്നൂർ സംഗമം മഹനീയമായ വേദികയില് ഈ റായത്തെ വെളിച്ചമായിക്കൊണ്ട് സമസ്ത ചൊന്നെങ്കിൽ എന്തിനുണ്ട് ഒരു ദൃഷ്ടിയില് നേരെ ദൃഷ്ടിയില് പെട്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ
ബഹുമാനപ്പെട്ട ശൈഖുന ബുള്ളൂർ ഉസ്താദിന്റെ മുഖം നോക്കിയെങ്കിലും അയ്യാവും. അത്രമാത്രം ആത്മീയമായ ഒരു നേതൃത്വം ഈ റായത്തിന് തന്നിട്ട് ആലിമീങ്ങളുടെ സ്വഭാവവും സമസ്ത ചൊന്നെങ്കിൽ എന്തിനേണ്ട് ചൊല്ലാണ്ടേ തിരിയുകുള്ള വ്യക്തിത്വം 30 വർഷത്തിലിന്മേൽ ഈ റായത്തിൽ മുസ്ലിം സമുദായത്തിന് പല നിലക്കും എല്ലാ നിലക്കും നായകത്വ നേതൃത്വ സാരഥ്യ തന്നിട്ട് ഈ റായത്തെ അഭിവൃദ്ധിക്ക് കൊണ്ടുപോകേണ്ട ഗണികത്തെ മഹാനായ ഉസ്താദ് ബുള്ളൂർ ഉസ്താദ് വേണ്ട പോലെ സമസ്ത അതിലെ ആലിമീങ്ങളെ ಬಗ್ಗೆ മനസ്സിലാക്കണമെങ്കിൽ ധാരാളം വിഷയത്തെ ഉസ്താദ് ഇവിടെ ചൊല്ലും. അതുപോലെ ഇനി പ്രസംഗവേദിയിൽ പ്രഭാഷണവേദിയിൽ ഏതൊരു തിരുവനന്തപുരം അതല്ലെങ്കിൽ കൊല്ലം ജില്ലയുടെ എത്രമാ പ്രഗത്ഭന്മാരായ പ്രാസംഗികന്മാരെ കവിച്ചു വെക്കട ഗണികത്തെ അതായത് അങ്ങനെ പിറകിലാക്കട ഗണികത്തെ സാമർഥ്യമുള്ള ഗണികത്തെ ബഹുമാന്യ എന്റെ ചങ്ങായും കൂടിയായിട്ടുള്ള മുഹമ്മദ് ഹനീഫ് നിസാമി ഉസ്താദിനെ അതിമഹത്തായ ഗംഭീരമായ പ്രൗഢോജ്വലമായ പ്രസംഗം നടക്കുന്നുണ്ട്. അതുമല്ലാണ്ട് സയ്യിദന്മാരിലെ ബഹുമാനപ്പെട്ട മുഹമ്മദ് ജുനൈദ് ജിഫ്രി തങ്ങളെ ഈ വേദിക്ക് പറഞ്ഞു ഒരു സുദീർഘമായ പ്രസംഗവും ആത്മീയമായ സംഗമവും ഇവിടെ നടക്കുന്നുണ്ട്. അതുപോലെ ഈ വേദിക്ക് ബഹുമാന്യരായ ഇന്നത്തെ കാര്യക്രമത്തിൽ സ്വാഗതാക്കിയ ഗണികത്തെ ഹനീഫ്, അധ്യക്ഷത വഹിച്ചിട്ടുള്ള ഗണികത്തെ ഹനീഫ്, അതുപോലെ സ്വാഗതാക്കിയ ഗണികത്തെ ബഹുമാനപ്പെട്ട ദാരിമി ഉസ്താദ്, അതുപോലെ ഉസ്മാൻ സാദ്, ബി മുഹമ്മദ് ഫർവീസ് കൊപ്പള, ഷേഖ് അബ്ദുള്ള ബുള്ളൂറു, അതുപോലെ അബ്ദുറഹ്മാൻ ഹാജി കണ്ണങ്കാറ്, ഞങ്ങളെ ചങ്ങായിട്ടുള്ള ഒട്ടിക്ക് വന്നിട്ടുള്ള ജില്ലയുടെ സെക്രട്ടറി SKS അവിടെ ഇസ്മായിൽ അമാനി, അതുപോലെ അബ്ദുൽ ലത്തീഫ് ഫൈസി, അതുപോലെ ഇസ്മായിൽ ദാരിമി, അബ്ദുൽ ഖാദിർ ജീലാനി, അതുപോലെ BM സുലൈമാൻ, അബ്ദുൽ ഖാദിർ, യൂസുഫ് ഇന്ദിരാനഗര, അതുപോലെ ഹനീഫ് ഇടിയ, ഇസ്മായിൽ കൊൾനാട് തുടങ്ങിയിട്ടുള്ള, അതുപോലെ ഈ വേദിക്കരെ മുന്നുള്ള ഗണികത്തെ ചങ്ങായിമാറും, അതുപോലെ പ്രത്യേകിച്ചിട്ടും ഇപ്പൊ ഞങ്ങളെ കൂടിയ ഗണികത്തെ ജില്ലാ സമ്മേളനം നടക്കുക പോകണ്ടു. ഞങ്ങളെ കൃഷ്ണാപുരത്തില് ಅದಕ್ಕೆ ಜಂಡೆ വലിയ സാരഥിക നേതൃത്വം വഹിച്ചുകൊണ്ടുള്ളത് അതായിട്ട് ഞങ്ങളെ മുന്നോട്ട് ഉള്ള ഗണികത്തെ ജില്ലാ കാര്യദർശി ഖജാൻജിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ജലീൽ ബദ്രിയ, അയാളും മധുരൊട്ടിയെ ജില്ലാ സ്വാഗത സമിതിയിലെ കാര്യക്രമത്തെ സ്വാഗത സമിതിയിലെ കൺവീനറായിട്ടുള്ള ഗണികത്തെ ഖാദർ മിലൻ സൂരിഞ്ച, എല്ലാവരും ഉള്ള ഗണികത്തെ ഒരു മഹത്തായ ഒരു വേദിക്കായിട്ട് ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടെ ഉള്ള എല്ലാ ഓരോരുത്തരും ഖൈറും റാഹത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. അതേപോലെ ഈ ഒരു മഹത്തായ കാരണം കൊണ്ട് വലിയൊരു വിഷയം നിങ്ങൾ മഹാന്മാരായ സമസ്തത്തെ ആലിമീങ്ങളെ ബഹുമാനിക്കലെ ആദരിക്കലെ ഗണികത്തെ ഒരു മജ്ലിസ് അതായിട്ട് വലിയൊരു വിഷയം. ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ അവസാനം ആഖിബത്ത് നല്ലാക്കി തന്നിട്ട് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുള്ള മഹാഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ആരെ പുരുഷനങ്ങ ബെച്ചിറാമ ആ ശംസുൽ ഉലമാകളുടെ മുഖത്ത് നിങ്ങൾ കണ്ടിട്ട് ഇണ്ടും ഫോട്ടോ കാണുമ്പോ നിങ്ങളെ കൽബ് നിറഞ്ഞു വേണ്ട ആ പൊന്നാര മുഖത്തെ, അതേപോലെ കണ്ണിയത്ത് ഉസ്താദ്, അതുപോലെ സമസ്തത്തെ ആലിമീങ്ങൾ
ഞങ്ങളെ ആ മുഖത്തെ സ്വർഗത്തിലൊന്ന് കാണുക. ഞങ്ങൾക്കും ഞങ്ങളെ കൂട്ടുകുടുംബത്തിനും അല്ലാഹു അനുഗ്രഹിച്ചു തരട്ടെ. കൂടെ ഹബീബായ മുത്തു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിലും ഒരുമിച്ച് കൂടുക. അല്ലാഹു നിങ്ങൾ ഭാഗ്യം തരട്ടെ. അതായിട്ട് ഇങ്ങനത്തെ കാര്യക്രമത്തിന്റെ ഉദ്ദേശങ്ങൾ അതല്ലാണ്ട് ദുന്യവിയായ യാതൊരു താല്പര്യവും യാതൊരു ഉദ്ദേശവും ഇങ്ങനത്തെ കാര്യത്തിൽ ഇല്ലാച്ചുള്ളതായിട്ട് പ്രാസ്താവികമായിട്ട് ചൊല്ലുകൊണ്ടത്. ആഖിറം നേടുകൊള്ള കണിക്കത്തെ ഒരു വലിയ വിഷയ പ്രാസ്താവിക്കാനുള്ള ഒരു സുദീർഘമായിട്ടുള്ള ഒരു പ്രസംഗമല്ല. അതൊരു സാമാന്യ ഒരു പ്രഭാഷണത്തിൽ തുടക്കം കുറിക്കുന്ന ചില സൂചനകൾ അടങ്ങിയിട്ടുള്ള കണിക്കത്തെ ഒരു വിഷയാച്ചുള്ളത് എന്നൊക്കെ ഗൊന്തുള്ള വിഷയം, നിങ്ങൾക്ക് ഗൊന്തുള്ള വിഷയം. അത് മാത്രമല്ല, നിങ്ങളെ ബഹുമാന്യരായ പ്രൗഢോജ്വല പ്രഭാഷകൻ ഞാൻ നേരത്തെ சொன்ன പോലെ തിരുവനന്തപുരം കൊല്ലം ജില്ലയിലുള്ള ഏതൊരു പ്രഭാഷകന്റെ പ്രഭാഷണത്തെ അപ്പുറത്തിൽ വെച്ചിട്ട് ഇപ്പുറത്തെ ഭാഷണം കേൾക്കുന്നു കണിക്കത്ത് ഒരു ശൈലിയും അങ്ങനത്തെ ഒരു വ്യക്തിത്വമായിട്ടുള്ള ബഹുമാനപ്പെട്ട നിജാമി ഉസ്താദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉസ്താദിന്റെ ശബ്ദത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും ശക്തി പകർന്നു കൊടുക്കട്ടെ. അതുപോലെ ദേഹത്തിന് അല്ലാഹു ആഫിയത്തും ആയുസ്സും ആരോഗ്യവും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഈ സന്ദർഭത്തിൽ പ്രത്യേകം ദ്വാർന്നുണ്ടല്ലേ അതിനൊട്ടിയെ ഞങ്ങളെ ജില്ലാ സെക്രട്ടറിക്കും സുദീർഘമായിട്ടുള്ള യാതൊരു പലകത്തും ഞാൻ മുന്നോട്ട് പോകണ്ടല്ലേ. ഇത് വാസ്തവമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടുകു അള്ളാഹു ചൊന്ന പലക നബിയെ നിങ്ങൾ കാട്ടിക്കൊടുത്തത് വഅന്ന ഹാദാ സിറാത്തീ മുസ്തഖീമാ. അള്ളാഹുവിന്റെ റസൂലിട്ടുകു സ്വഹാബത്തിലിട്ടുകും അള്ളാഹ് ഖുർആനിൽ ചൊന്നത് ഇത് നേരായിട്ട് അതിന് പിറകിൽ നിക്കറു നിങ്ങ വലാ തത്തബിഉ സുബുല. വേറെ വേറെ തെറുക വന്നു പോവും. ആ തെറിലൊന്നും നിക്കണ്ട. വേറെ വേറെ തെറുക സുബുൽ ചെല്ലുമത്തുകോ ഒരു തെരുവല്ല, വേറെ വേറെ ഭിന്നമായ പ്രച്ഛന്നമായ വേറെ വേറെ തെരുക നിങ്ങൾ കാണുക സാധ്യാവൂ. അങ്ങനെ ഒരു വേള വേറെ തെരുകു നിങ്ങൾ പോയെങ്കിൽ പടച്ചോന്റെ തെരുടെ വിട്ടുട്ടോ വേറെ തെരുവ് നിങ്ങൾ പോയി പോവറി. അതുകൊണ്ട് രണ്ട് തെരു ഇത് രുജുവായ ദൃഢമായ നേരായ തെരു ഇതായിട്ട് ഈ തെരു നിക്കറോ എന്തേ ഈ വിഷയം നിങ്ങൾ വസിയത്ത് ചൊല്ലുടെ ذَلِكُمْ وَصَّاكُمْ بِهِ لَعَلَّكُمْ تَتَّقُونَ. എന്തൊക്കെ ചൊല്ലേ നിങ്ങൾ പേടിക്കണങ്ങാവണോ. ആരെ നിങ്ങൾ പേടിക്കണങ്ങാവണോ, തഖ്വ ഉള്ളങ്ങ ആവണോ. അതുക്ക് പേരുമായിട്ട് അള്ളാഹുടെ ഭാഗത്തുള്ള ഒരു വസിയത്ത് ആണ് സംക്ഷിപ്തമാക്കിയത്. സുദീർഘമായിട്ട് നമ്മൾക്കറിയില്ല, സവിസ്താരമായിട്ട് ഇനി നിസാമി ഉസ്താദിന്റെ പ്രസംഗം നടക്കുമോ. അതുകൊണ്ട് സംക്ഷിപ്തമായിട്ട് രക്തച്ചുരുക്കം ചെന്ന പോലെ ചില വിഷയങ്ങളെ മാത്രമേ നാം ഇങ്ങനെ മുന്നിട്ടുള്ളൂല്ലേ. അള്ളാഹു ചൊന്നത് നന്റെ ഒരു തെരു, അതിനപ്പുറം വേറെ വേറെ തെരുവുണ്ട്. ഇത് ചൊന്നല് പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ബറാഅത്ത് സൂറത്തിന്റെ അവസാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബറാഅത്ത് സൂറത്തിലെ 100-ാമത്തെ ആയത്തിൽ السابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. ചുരുക്കത്തിൽ ചൊന്നെങ്കിൽ നബിരൊട്ടുക്ക് ഉന്ന കണിക്കത്തെ ദീനക്ക് മുൻകടന്ന് വന്ന കണിക്കത്തെ മുഹാജിർ അൻസാർ അങ്ങ നന്റെ ചേർലുള്ളറി അങ്ങ മാത്രമല്ല തബഊഹും ബിഇഹ്സാൻ വല്ലദീന തബഊഹും ബിഇഹ്സാൻ അങ്ങനെട്ടുകു തുടർന്നിട്ടുള്ളെങ്കും വിജയിച്ചു പോയറി അങ്ങക്കുള്ള ഐഡന്റിറ്റി റളിയല്ലാഹു അൻഹു വറളു അൻഹു
അള്ള തൃപ്തിപ്പെട്ടതും അങ്ങനെ ಬಗ್ಗೆ അള്ള തൃപ്തിപ്പെട്ടപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ಬಗ್ಗೆ അങ്ങും തൃപ്തിപ്പെട്ടത് ഇത് വിശുദ്ധമായ ഖുർആൻ ഞങ്ങൾക്ക് ഓർമ്മയാക്കി തള്ളിക്കണിക്കത്തെ വാസ്തവ വിചാര ആയിട്ടിക്കടെ ഇനി നമുക്ക് പരിശോധിക്കാം. നബിരൊട്ടുకు ചൊന്നത് നബിയെ നിങ്ങൾ കാട്ടിത്തന്നത് രണ്ട് തെരുവായിട്ടിക്കടെ. സ്വഹാബത്തിനെ ಬಗ್ಗೆ ചൊന്നത് നിങ്ങളെ പിറകെ ആറ് നിന്നത് അങ്ങ് വിജയിച്ചു പോയത് നിങ്ങളെ അനുസരിച്ച അതിൽ പിന്നെ അല്ലാഹുവിന്റെ റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊട്ടുകു നേരിട്ട് പേരെടുത്ത് ചൊന്നത് മുഹമ്മദുർ റസൂലുള്ളാഹ്. ബഹുമാനപ്പെട്ട ശൈഖുനാ ഉസ്താദ് ചൊന്നല്ലായത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന ആമനൂ മഅഹു മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന ആമനൂ മഅഹു അഷിദ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുപോലെ ആ നബിയൊട്ടുക്ക് വിശ്വസിച്ചിട്ടുള്ള സ്വഹാബത്ത് എങ്ങനത്തെ അശിദ്ദാഉ അലൽ കുഫാർ റുഹമാഉ ബൈനഹും പരസ്പരം കരുണ കാട്ടിനെ അതേപോലെ അള്ളാഹു വിരോധിച്ചങ്ങളൊട്ടുകോ അള്ളാഹുടെ ധിക്കാര കാട്ടിയങ്ങളൊട്ടുകു ധിക്കാരം കടുപ്പം കാട്ടിയ ആൽമാർ അള്ളാഹു സാഷ്ടാംഗം ചെയ്യടങ്ങ സുജൂദ് ചെയ്യടങ്ങ റുകൂ ചെയ്യടങ്ങ അള്ളാഹു സർവവും സമർപ്പിക്കടെ ആൽമാർ അങ്ങനത്തെ ആൽമാർ അത് ചൊന്നൽ പിന്നെ ഒരു വാക്യം കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊല്ലട ഐഡന്റിറ്റി ചൊല്ലട തറാഹും റുക്കഅൻ സുജ്ജദൻ യബ്തഗൂന ഫളലം മിനല്ലാഹ്. പടച്ചോന്റെ പൊരുത്തം അള്ളാഹുടെ ഔദാര്യം വരിദ്വാന പടച്ചോന്റെ പൊരുത്തവും അവന്റെ ഔദാര്യം മാത്രം ആഗ്രഹിക്കണേ ആൽമാ വേറെ ഒന്നുമില്ലേ. ആ സ്വഹാബത്തെ യബ്തഗൂന ഫളലം മിനല്ലാഹി വരിദ്വാന അത് ചൊന്നല് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖുർആനിൽ പടച്ചോന്റെ തിരു നിക്കണ ആറ് ചൊല്ലുന്നതിനെ ഒരു സിഗ്നിഫൈ ആക്കുക വേണ്ടിയിട്ട് ഒരു നോട്ടിഫൈ ആക്കുക വേണ്ടിയിട്ട് ഒരു സിഗ്നൽ അള്ളാഹു നൽകടാ. എന്തിനത് സീമാവും അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊല്ലത് അള്ളാഹു ഓർമ്മയാക്കിയത് തറാഹും റുക്കഅൻ സുജ്ജദൻ യബ്തഗൂന ഫളലൻ മിനല്ലാഹി വരിദ്വാന സീമാഹും ഫീ വുജൂഹിഹിം മിൻ അഥരി സുജൂദ്. പരിപൂർണമായ ശരണാഗതി ആയിട്ടുള്ള സാഷ്ടാംഗം ചെയ്യടെ സുജൂദിലെ അഹ്ലുക്കാരായിട്ടുള്ള ആൽമാർക്ക് അങ്ങനെ മുഖത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ വലിയ അടയാളങ്ങളെ സൃഷ്ടിച്ചതാ. അല്ലാഹു അടയാളപ്പെടുത്തിയതാ. മുഖത്തിൽ അല്ലാഹു അടയാളപ്പെടുത്തിയ ആ അടയാളം ഏത് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ അതിനെ വ്യാഖ്യാനിക്കുന്ന പല നിലക്കും വ്യാഖ്യാനിക്കണറി. ഏറ്റവും ചുരുങ്ങിയത് ഈമാന്റെ അടയാളമായിട്ടിക്കണേ, തഖ്വയുടെ അടയാളമായിട്ടിക്കണേ, വറയുടെ അടയാളമായിട്ടിക്കണേ, അല്ലാഹുടെ പേടി അല്ലാഹുടെ പൊരുത്തം അതായിട്ടിക്കണേ അടയാളപ്പെടുത്തരുത്. ഈ വിഷയത്തിൽ ചൊല്ലുമ്പോ മഹാന്മാരായ അയിമ്മത്ത് അവിടെ രേഖപ്പെടുത്തുന്നത് ഇന്നലിൽ ഹസനതി നൂറൻ ഫിൽ ഖൽബ്. ഹൃദയത്തിൽ വെളിച്ചം നല്ലതാക്കണേ ആൽമാർ സാലിഹീങ്ങളെ അടയാളമാ. ഇന്നലിൽ ഹസനതി നൂറൻ ഫിൽ ഖൽബ്, ഹൃദയത്തിൽ പ്രകാശമുണ്ടാവും. വളിയാൻ ഫിൽ വജ്ഹി, മുഖത്തിൽ തെളിച്ചമുണ്ടാകും. അതേപോലെ വസഅതൻ ഫിൽ റിസ്ഖ്, റിസ്ഖിലുള്ള വിശാലത. വമഹബ്ബതൻ ഫിന്നാസ്, മനുഷ്യന്മാർ ഭാരി അംഗീകരിക്കുവാൻ പിരിസവെക്കുവാൻ. ഈ നാല് അടയാളങ്ങളായിട്ട്
സ്വാലിഹീങ്ങു അതുപോലെ നല്ലതാക്കലെ ആൽമാർ കൊടുക്കുന്നുണ്ട്. ഈ ആയത്തിന് തഫ്സീറില് മഹാന്മാരായിട്ടുള്ള അയിമ്മത്ത് രേഖപ്പെടുത്തിയത്. ഇത് ഞാൻ എന്തിനു ചൊന്നു എന്നെങ്കിൽ ആ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാട്ടിത്തന്ന ഗണികത്തെ അസ്ഹാബീകൻ നുജൂം ചൊന്നല്ലേ. ആ സ്വഹാബത്തിനെ പോലെ ആറ് ജീവിക്കിടറി അങ്ങു ഫമനിക്ക് തഫാസറ സ്വഹാബ فمن اكتفى اثر الصحابه فهو منهم. ഇബ്നു കസീർ രേഖപ്പെടുത്തത് മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന ആമനൂ മഅ ചൊല്ലെ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാനായ ഇബ്നു കസീർ രേഖപ്പെടുത്തിയല്ലേ فمن اكتفى اثر الصحابه സ്വഹാബത്തിലെ ആ നിലവാരം, ആ വ്യക്തിത്വം, ആ ഗുണവിശേഷങ്ങൾ ആരെല്ലാം പിന്തുടർന്ന അങ്ങയെല്ലാം അങ്ങെല്ലാം സ്വഹാബത്തിന് ഹുക്കുമുകളായിട്ട് കിടറി. അങ്ങും പ്രത്യേകമായിട്ടുള്ള സ്ഥാനമാണ് ഉണ്ടാവുള്ളൂ. അപ്പോ മനസ്സിലാക്കണായത് സ്വഹാബത്തും നബിയും സ്വഹാബത്തിനും ചില അടയാളങ്ങൾ വിശുദ്ധ ഖുർആൻ അല്ലാഹു കാട്ടിക്കൊടുത്തതാ. അങ്ങനത്തെ ഗുണവിശേഷതകൾ ആരിലുണ്ട് അങ്ങനെ പിന്തുടരൽ വാജിബായിട്ട്. വല്ലദീന തബഊഹും ബിഇഹ്സാൻ. അത് മാത്രമല്ല, ഇനി നോക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല ഫുസ്സിലത്ത് സൂറത്തിലെ 33-ാമത്തെ ആയത്തിൽ അല്ലാഹു ചൊന്നല്ലേ വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദാ ഇലല്ലാഹ്. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടമായിട്ട് ഇനി ദഅവത്ത് കൊടുക്കുക വേണ്ടമായിട്ട് പലക്ക പറഞ്ഞ ഗണികത്തെ ആരെക്കാട്ടി മെച്ചപ്പെട്ടവനാരാ? വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദാ ഇലല്ലാഹ്. അല്ലാഹുവിന്റെ ദീൻ പഠിപ്പാട്ടുക വേണ്ടമായിട്ട് ചിലർ കേൾക്കണറി സമസ്ത എന്താക്കിരുണ്ട്. സുബ്ഹാനല്ലാഹ് എന്തൊരു ഫലക്കമാ. സുബഹിക്ക് 6 ഗಂಟೆಗೆ ബെല്ലടിക്കുമ്പോ എല്ലാ മദ്രസത്തിലും 12 ലാക്കി മക്കയടിച്ച് നിന്നിട്ട് കൈയുതാകിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉമ്മുൽ ഖുർആനായ ഖുർആന്റെ ഉമ്മയായ ഫാത്തിഹ സൂറത്ത് ഓതുക ഗണിയത്തെ അതും 12 ലാക്ക് തോന്നുക ഓതുക ഗണിയത്തെ ഒരു വ്യവസ്ഥ ഉണ്ടാക്കിയെങ്കിൽ ഇത് ഒരു നാളില് അപ്പോ 51-ലോ ഇങ്ങനത്തെ ഒരു വ്യവസ്ഥ കൊണ്ടുവന്നിരെങ്കിൽ വർഷങ്ങൾ എത്രയായിട്ട് ഇത്രമാത്രം വർഷങ്ങളില് ലാക്കുകെട്ടിലെ കോട്ടികെട്ടിലെ ആൾമാർക്ക് ഇരുമ പഠിപ്പാട്ടി കൊടുത്ത് ഗണികത്ത് അങ്ങനത്തെ സമസ്ത ചൊല്ലെ ഗണികത്ത് ആ വിദ്വാംസ സഭ അതാക്കി ഗണികത്തെ ഇഹ്സാൻ അതിനെ കാട്ടി വലിയത് ലോക എന്തിനു മുമ്പ് കാട്ടുകോ ആർക്കും കാട്ടുകയില്ലേ. അതല്ലേ അല്ലാഹു ചൊല്ലത് വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദാ ഇലല്ലാഹ് വഅമില സ്വാലിഹാ. നല്ല കാര്യവുമാക്കിയിട്ട് വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ ഞാൻ മുസ്ലിം ചൊന്ന ഗണികത്തെ ആളെക്കാട്ടി യോഗ്യനാരാ. അല്ലാഹുവിന്റെ ദീൻ പഠിപ്പാട്ടി ഗണികത്തെ ആൽമാരെ കാട്ടി വലിയ കാര്യം അറിയില്ലേ. അപ്പോ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ഇതിനെ വ്യാഖ്യാനിക്കണേ ആരാ ഇത്? അല്ലാഹുവിന്റെ ദീൻ പഠിപ്പാട്ടിയ ആൾമാരാരാ? ഹദാ ഹബീബുല്ലാഹ് അല്ലാഹുവിന്റെ ഹബീബ്, ഹദാ വലിയുല്ലാഹ് അല്ലാഹുവിന്റെ വലിയേ, ഹദാ സഫവത്തുല്ലാഹ് ഇത് അല്ലാഹുവിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ആള്, ഹദാ ഖദീറത്തുല്ലാഹ് അല്ലാഹുവിന്റെ തെരഞ്ഞെടുത്ത യോഗ്യരായ ഖൈറായ ആൾമാർ, വഹദാ അഹബ്ബു അഹ്ലിൽ അർളി ഇലല്ലാഹ് അല്ലാഹുടെ ദുനിയാവിലും ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾമാരായിട്ട് കിടറി. അത് ചൊന്നല് പിന്നെ അല്ലാഹുടെ ദഅവത്തിന് ഉത്തരം കൊടുത്ത ആൾമാർ, അല്ലാഹു എന്തിനു ഉത്തരം കൊടുക്കണോ ആ തെരക്കു മനുഷ്യന്മാരെ ഹിദായത്താക്കിയ ആൾമാർ. അതുകൊണ്ട്
അള്ളാഹുടെ ദീൻ പഠിപ്പാട്ട് ആൽമാർ ആലിമീങ്ങൾ ഉഖ്റവിയായ ആലിമീങ്ങൾ അങ്ങനെ ഖലീഫത്തുല്ലാഹ് അള്ളാഹുടെ ഖലീഫ പ്രതിനിധിയായിട്ട് കിടറി. ഇത് ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ചൊന്നതായിട്ട് കിടറി. ഈ ചൊന്ന എല്ലാ ഗുണവും സമസ്തത്തെ വറക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽ ഇണ്ട് ജിബ്രീ ശൈഖുനാ സയ്യിദുനാ വഖായിദുനാ ജിബ്രീ തങ്ങൾ വരെയുള്ള ആലിമീങ്ങളെ സയ്യിദന്മാരെ നിങ്ങൾക്ക് പരിശോധിച്ചു നോക്കുമ്പോ എല്ലാം സമ്പൂർണ്ണമായിട്ടുണ്ട്. ഇനിയും നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഈ തഫ്സീർ വ്യാഖ്യാനത്തിൽ ആരാ വഹുവ ഫീ നഫ്സിഹി മുഹ്തദിൻ, സ്വയം നല്ല ഹിദായത്തുള്ള ആൽമാർ ബിമാ യഖൂലു, അങ്ങ് പലക്കെ പറഞ്ഞത് അപ്പറിപ്പറായി പോവല്ലേ. പിന്നെ സ്വയം അങ്ങ് കൊണമുണ്ട്, അതുപോലെ വേറൊരുത്തക്കും കൊണാക്കിടറങ്ങ. വലൈസ ഹുവ മിനല്ലദീന യഅ്മുറൂന ബിൽ മഅറൂഫ്, പക്ഷേ ഇതാരല്ല നല്ലത് ചൊന്നിട്ടു ബെടക്കാരുടെ ആൽമാരല്ല. അതേപോലെ വയൻഹൗന അനിൽ മുൻകർ വയൽതൂന, വേണ്ടാത്തതിനെ വിരോധിക്കപ്പെട്ടതിനെ വിരോധിക്കണത്, പാടില്ലാത്തതിനെ വിരോധിക്കണത്, പക്ഷേ അങ്ങത് എന്താക്കണത് കൊണ്ടുവണ്ടത്. മാത്രം കൊണ്ടുവണ്ട ആൽമാർ, ഷർറുടെ ഒരു നിലക്കും സ്വീകരിക്കാത്ത ആൽമാർ. ഇബ്നു കസീർ 4-ാം ജുസ് 177-ാമത്തെ പേജിൽ ഇത് കാണുക സാധ്യ. അപ്പോ അല്ലാഹുടെ ദീനക്ക് മാത്രം വിളിക്കണ കണിക്കത്ത ഒരു വിഭാഗ അതല്ലേ ഹിഫ്ളുൽ ഖുർആൻ ഈ റായത്തിൽ തുടങ്ങണോണ്ട് ഉദ്ദേശിച്ചെങ്കിൽ ഈ റായത്ത് മക്കളെ ഹാഫിളിങ് പറഞ്ഞു, ഈ റായത്ത് മക്കളെ ആലിമീങ് പറഞ്ഞു. അല്ലാഹുടെ ദീനക്ക് ആൽമാരെ വിളിക്കണ കണിക്കത്ത ആൽമാർ പറഞ്ഞു. അതല്ലാണ്ട് ദുന്യാവിടെ പിറകെ പോണ്ട കണിക്കത്ത് വ്യവസ്ഥ അല്ല. അപ്പോ ഏറ്റവും ഹൈറായ ഒരു വിഷയമായിട്ട് ഇങ്ങട് ഇനിനാണ് ജാസ്തി സൊല്ലുക പോണ്ടല്ലേ. ഞങ്ങൾ നോക്കൂ, എല്ലാ ഞങ്ങളെ മിമ്പറുകളില് വെള്ളിയാസരുണ്ട്, രണ്ട് ഖുതുബത്ത് ഇടല് ഒരു ആയത്ത് ചൊല്ലലുണ്ട്. ഏതായത്ത്? യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ്. നിന്റെ അവിടെ ദെക്കുക ആയത്ത് ചൊല്ലണം, വെച്ചവിടെ നിൽക്കുക. നിങ്ങൾ ആകെ അവർക്ക് ദെക്കുക ഉണ്ടല്ലേ, അത് ഫർലായിട്ടിക്കണല്ലേ, ഷെർത്തല്ലേ. അപ്പോ ഫർള് ചൊല്ലുന്നതും ഷെർത്തുക്ക് മാനത്ത് ഉപയോഗാവിടും. അങ്ങനെ ഈ ദെക്കിട കണിക്കത്തെ ഈ സന്ദർഭത്തിൽ ചൊല്ല കണിക്കത്തെ ഒരു ആയത്തുണ്ട്. ആ ആയത്തിൽ എന്താ ചൊല്ലത്? യാ അയ്യുഹല്ലദീന ആമനൂ, ഓ മോമിനീങ്ങളെ, ഇത്തഖുല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ പ്രകടിക്കണോ. ഖൂലൂ ഖൗലൻ സദീദാ, സദീദായ പലക്ക നിങ്ങൾ ചൊല്ലണോ. സദീദായ പലക്ക. എന്തിനീ സദീദായ പലക്ക ചൊന്നെങ്കിൽ? സദീദായ പലക്ക ചൊന്നെങ്കിൽ എന്തിന്? ഫീഹി തഅ്വീൽ, സിത്തു തഅ്വീലാത്ത്. ഇതിൽ 6 തഅ്വീലുകൾ ഉണ്ട്. 6 തഅ്വീലുകൾ സദീദ് ചൊല്ലി കണിക്കത്ത ഒരു കൗലുക 6 തഅ്വീലുകൾ ഉണ്ട്. അതിൽ ഒന്നാമത്തെ തഅ്വീല് എന്തിനേന്ന് ചൊന്നെങ്കിൽ, ഒന്നാമത്തെ തഅ്വീല സദീദാന്ന് ചൊന്നെങ്കിൽ അതിലായ നീതിയുള്ള കണിക്കത്തെ നീതിയുക്തമായിട്ടുള്ള കൗല് യാതൊരുക്കും ന്യായത്തിന് തപ്പി പോണ്ടതല്ല. ഒന്നാമത്തത് നീതില് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലെ ആ ഖുതുബത്തെ അവസാനത്തിൽ നിങ്ങൾ ചൊല്ലുല്ലേ, ഇന്നല്ലാഹ യഅമുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. അദ്ലി വൽ ഇഹ്സാൻ, അദ്ലായിട്ട് അല്ലാഹു കൽപ്പിക്കുന്നത്. ഈ ഖുതുബത്തെ രണ്ടാമത്തെ ഖുതുബത്തെ അവസാനത്തിൽ ചൊല്ലെ ഇന്നല്ലാഹ യഅമുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. ആ അദ്ലായിട്ട്. രണ്ടാമത്തേതോ സവാബ, നേര് പലക്കെ ചൊല്ലേങ്ങ, കളവ് ചൊല്ലേങ്ങല്ല, കളവ് നേർ ഉള്ളത് ഉള്ള പോലെ ചൊല്ലേങ്ങ. സവാബ, അത് നേരായ ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെയും വ്യാഖ്യാനിച്ചതുണ്ട്. അപ്പൊ സവാബ لا يتكلمون إلا من أذن له الرحمن وقال صوابا. സവാബില്ലാത്ത പടച്ചോന്റെ മുതൽ നിൽക്കുക സാധ്യയില്ലേ?
അപ്പൊ ഞങ്ങൾ ചൊല്ലെ ഫലക്കങ്ങ് സ്വഭാവമായ ഫലകായിട്ട് വേണോ. മൂന്നാമത്തെ അഭിപ്രായ നേരസ്ഥന്മാർ സിദുക്കുള്ള ആൾമാർ നിങ്ങാവണോ. അതായത് സദീദ് ചൊല്ലി കാണിക്കുന്ന മൂന്നാമത്തെ വ്യാഖ്യാനം. നാലാമത്തെ വ്യാഖ്യാനം ചൊല്ല് മഹാനായ ഇക്രിമാ റളിയല്ലാഹു തആല കൊടുക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് സദീദായ ഖൗലി. പിന്നെ അഞ്ചാമത്തെ ഒരു വ്യാഖ്യാനം കൂടി കൊടുക്കണേ. അതെന്തെങ്കിൽ ഉൽഗം പുറത്തും ഒരുപോലെ ഉള്ളത്. അഞ്ചാമത്തെ വ്യാഖ്യാനം. അഞ്ചാമത്തെ വ്യാഖ്യാനമായിട്ട് ഇങ്ങനത് ഉൽഗൊന്ന് പുറത്തൊന്നല്ല, ആൾമാരെ മുന്നൊന്നു ഔത്തിലൊന്നല്ല, പെണ്ണായിരം മുട്ട വന്നു, മക്കളിട്ട് പോന്നു അല്ല, രാജ്യങ്ങളിട്ട് വന്നു അല്ല, അന്യ പെണ്ണിട്ട് ഒരു രീതി അതല്ല. പിന്നെ ഉൽഗം പുറത്തും ഒരുപോലെ ഉള്ള ആള്. അതേപോലെ ആറാമത്തെ ഗുണമായിട്ട് പ്രതിയൊന്നിലും അള്ളാഹുവിന്റെ വജിയുടെ കരുതുന്നതായിട്ട്. അപ്പൊ ആ മിമ്പറിൽ വന്നിട്ട് ഈ ഉസ്താദന്മാർ എല്ലാ വെള്ളിയാസയും ചൊല്ലി കാണിക്കട്ടത് ഞങ്ങൾ ചൊല്ലുന്നപ്പോ എന്തേ നമുക്ക് എന്തോ നീ സ്വലാത്ത് ചൊല്ലുവാണ് ചൊല്ലില്ലേ, അതുപോലെ സ്വലാത്ത് ചൊല്ലി എന്തോ ആയില്ല നീ സ്വലാത്ത് ചൊല്ലോട്ട് ചൊല്ലില്ലേ, അങ്ങനെ ഭർത്താക്കളോ ഭാര്യ ആറ് വിഷയത്തെ കൂടെ വ്യാഖ്യാനിക്കണേ. അതേപോലെ ഇനിയും നാം നിങ്ങൾക്കൊന്ന് ഓർമ്മയാക്കി തണ്ടേ. അതെന്തിനു ചൊന്നെങ്കിൽ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മയാക്കിയത് യാ അബൂ ഹുറൈറ, അബൂ ഹുറൈറ നിങ്ങ ഒരു സ്വറാക്കണോ. എന്തിനു ചൊന്നെങ്കില് വേറെന്തല്ല നാം നിപ്പാട്ടുമ്പോ നാം നിങ്ങൾക്ക് ഓർമ്മയാക്കേണ്ടത് യാ അബൂ ഹുറൈറ അലൈക യാ അബൂ ഹുറൈറ, അബൂ ഹുറൈറ നിങ്ങൊരു തെറു നടക്കണോ. എങ്ങനത്തെ തെറു? ബിതരീഖി അഖ്വാമിൻ ഇദാ ഫസിയൻ നാസു ലം യഫ്സഊൻ. മനുഷ്യന്മാർ പേടിക്കുമ്പോ നമുക്ക് പേടിയില്ല. വൈദാ തലബന്നാസുല്ലമാന ലം യഖാഫൂ. നിർഭയം, അതായത് മനുഷ്യന്മാർ തേടിയോണ്ട് നട്ടം തിരിഞ്ഞോണ്ട് വരുമ്പോ ലം യഖാഫൂ ഇക പേടിക്കലേ. قال أبو هريرة കേക്കട് മൻഹും യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ അതാരായിട്ട് കേടാ. قال قوم من أمتي في آخر الزمان, ആഖിർ സമാനിൽ വണ്ട് ഒരു വിഭാഗം ആൾമാരായിട്ട് കട യുഹ്ശറൂൻ യൗമൽ ഖിയാമ മിസ്ലൽ ബർഖ, മിന്ന പറക്കും പോലെ അബിർഹ, അതല്ലെങ്കിൽ കാറ്റടിച്ച് വീശുമ്പോൾ തഹ്ശാ അബ്സാറഹുൽ ജംആ. ആ ഖിയാമത്ത് നാളിൽ വണ്ട് സർവ്വ ആൾമാരെയും മേലെ പിടിച്ചു നിറയിട് മിന്നൂരിഹിം. അങ്ങനത്തെ ആൾമാർ ഖിയാമത്ത് ഒരു വിഭാഗം ആൾമാർ വണ്ടത്. അങ്ങ് എത്രമാത്രം പവർ ചൊന്നെങ്കില് യുഹ്ശറൂന യൗമൽ ഖിയാമത്തി മഹ്ശറൽ അംബിയാ, അംബിയാക്കന്മാർ പോയി നിൽക്കുന്ന ജാഗലങ്ങ നിൽക്കണറി. അംബിയാക്കന്മാർ പോയി നിൽക്കുന്ന ജാഗലങ്ങ നിൽക്കണറി. അങ്ങ് ആറി ആസറുൽ ജൂഅ വൽ ലത്ശാ, ആസറുൽ ജൂഅ വൽ ലത്ശാ. അങ്ങ് വേറെ ആരുമല്ല, പയിച്ചിട്ട് നിൽക്കുന്നത് അങ്ങ് ഇഷ്ടപ്പെട്ടത്, ദാഹിച്ചു നിൽക്കുന്നത് അങ്ങ് ഇഷ്ടപ്പെട്ടത്. ചെന്നെങ്കിൽ ആഡംബര വൈഭോഗ ദുന്യവിയായ പ്രൗഢി ഇഷ്ടപ്പെട്ടില്ലേ. പിന്നെ പടച്ചോന്റെ മുന്നിൽ പോയി നിൽക്കുന്നുണ്ട്. ഒരേ ഒരു പേടിക്ക് വേണമായിട്ട് ഹലാലിനെ മുട്ടുമുട്ടറ്, ഹലാലായതിനെ മുട്ടുമുട്ടറ്. സംശയമുണ്ടാ ഈ വിഷയത്തില്? അമ്പിയാക്കന്മാരെ മുട്ടപ്പോണു താക്കത്തുള്ളതായിട്ട് ഈ സമസ്തത്തെ സർവ്വ അടിമകളും എന്തേ ഓരോരുത്തരെ പരിശോധിച്ച് നോക്കരുത്. നിങ്ങൾ മഹാനായ നയിച്ച കാസിട്ട് ചെന്നിട്ട് 50,000 രൂപ കൊടുത്തപ്പോ റസീദ് തരൂ
ನಜಾತ್ ಕಾಲೇಜಿಡೆ ನಜಾ ಕಾಲೇಜಿನ ರಸೀದಿ ತರ್ರು ನಂದು ಮುಟ್ಟ ಕಾಸಿಲ್ಲ ನಿಂಗು ಸಂಭಾವನೆ ತರ್ನುಗೋ ನಿಂಗ ತನ್ನೆದಿರೆ ഇതാ ദാറുൻ നജാത്ത് നാ തന്നുണ്ടല്ലേ മഹാനായ കെട്ടി ഉസ്താദ് ഹലാലായിട്ടിട്ട് ബിൽക്കുൽ വേണ്ട ഹലാലായതിനെ മുട്ടുമുട്ടരുത് ഖശിയത ഹിസാബി പടച്ചോന്റെ മുന്നിൽ പോയിട്ട് നിൽക്കണല്ലേ ചൊല്ല പേടിക്ക് മഹാനായ ചെറുശ്ശേരി ഉസ്താദ് ഗൾഫ് പോയപ്പോ കൊറിയ കാസ് സമസ്ത സെക്രട്ടറി അല്ലേ സ്വരൂപിച്ചിട്ട് കൊടുത്തര ലക്ഷങ്ങൾ പൈസ കാട്ടിയത് അപ്പൊ ചൊന്നെ വളക്ക സമസ്ത അങ്ങനെ തീരുമാനം എടുത്തിട്ടില്ലേ എടുത്തെങ്കിലും നിങ്ങൾ ഒന്ന് തിരിപ്പാട്ടേ അല്ല ചെലവുകി കട്ട് വേണ്ട എന്റെ ശരി പൈസ പിറകു പോണ്ട പൈസ നാ വെച്ചോണ്ടേ ഇങ്ങനത്തെ വ്യക്തിത്വങ്ങളല്ലേ അതേപോലെ മഹാനായ കോയക്കുട്ടി ഉസ്താദ് കാലിക്ക് ചെരുപ്പിട്ടപ്പോ എന്തുണ്ടാ കാലിക്ക് ചെരുപ്പിട്ടപ്പോ ഞങ്ങളെ മക്കൾ സ്കൂളിൽ പോണെങ്കിൽ ദർസ് പോണെങ്കിൽ കാലിക്ക് ചെരുപ്പില്ലെങ്കിൽ മക്കൾ സ്കൂളിൽ പോകണ്ടല്ലേ സമസ്ത ചൊള്ള ഗണികത്തെ മഹിതമായ പ്രസ്ഥാനത്ത് ആ പ്രസിഡന്റായ കോയക്കുട്ടി ഉസ്താദ് കാലിക്ക് ചെരുപ്പിട്ടത് എപ്പോ കൊണ്ടുണ്ടാ തന്റെ റായത്തില് മെഡിക്കൽ ഷോപ്പിക്ക് മോണ്ടിട്ടും മറന്നുകി പോയിട്ട് ആ മക്കളവിടെ മെഡിക്കൽ മുഹമ്മദ് ഹാജി അയാൾ കാലിൽ ചെരുപ്പിട്ടിട്ടില്ലേ അപ്പൊ കേക്കട് മോന് കോയക്കുട്ടി ഉസ്താദിട്ട് കേക്കട് ഇത്ര വലിയ പൈസക്കാര ഹാജിയാർ കാലിൽ ചെരുപ്പിട്ടല്ലേ അപ്പൊ കോയക്കുട്ടി ഉസ്താദ് ചൊല്ലു മോനെ നീനെന്തോ അതിനെ ಬಗ್ಗೆ ടെൻഷൻ അടിക്കേണ്ട കാരണം നാണ് ചെരുപ്പിട്ടപ്പോ എന്തുണ്ടാ നാണ് മുദരിസായിട്ട് ഫസ്റ്റ് ശമ്പള കിട്ടിയപ്പോ അത്ര കാല് ചെറുപ്പിന്നല്ലേ എന്തിനാ മനസ്സിലാക്കുന്നത് ഇങ്ങനത്തെ ആൾമാർ അവസാനം ആ റൂമിടെ ഉൽക ഞങ്ങൾ കപ്പാട്ടുകൾ ബംഗാറും അതുപോലെ LICയുടെതും അതുപോലെ ബാങ്കിയുടെ ആ ബുക്കുകൾ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കുമ്പോ കോയക്കുട്ടി ഉസ്താദിന് ആ ഔത്തുള്ളതെന്തിന് കബറെടുത്ത് വെച്ചത് ഞങ്ങൾ ഗോദ്രേജ് മെയ്യാവില്ല ഒരു കപ്പാട്ട് മെയ്യാവില്ല പിന്നൊരു കപ്പാട്ട് മഹാനായ ആ ഉസ്താദ് സമസ്തത്തെ പ്രസിഡന്റ് എടുത്ത് വെച്ചത് കബറായിട്ട് ബന്ധങ്ങളിട്ട് ചൊല്ലേ നണ്ടൊട്ടുകൊന്നും ചൊല്ലുകില്ല നന്റെ കബറുക്ക് ബലമായിട്ട് തുറക്കുന്നു എന്നൊക്കെ പേടിയുണ്ടോ മഹാനായ മുൽക്കിയിലെ ഒരേ വർഷകാലം 18 വർഷകാലം ഇമാമായിട്ട് മുദരിസായിട്ട് എല്ലാം ഗണികത്തെ കോട്ട ഉസ്താദ് വഫാത്തിലെ അതേ സീക്കിൽ കടന്നപ്പോ വഫാത്തിൽ കൊരിയമുന്നല്ലോ ഉസ്താദേ നിങ്ങളെ കിഡ്നി ഒന്നും ചേഞ്ച് ആക്കിയിരുന്നല്ല ഇന്ന് ഡോക്ടർമാർ ചൊന്നപ്പോ ആരായ ഉസ്താദ് ചൊല്ലു നക്കല്ല തന്നെ അത് മെയ്യാവലേ ഇനി വേറെടുത്തത് കൊണ്ടുവന്ന് വെക്കണ അതേപോലെ മഹാനായ കാളമ്പാടി ഉസ്താദിനൊട്ടുക്ക് ഡോക്ടർമാർ ചൊല്ലറ് നിങ്ങൾക്ക് ചോര കൊടുക്കണോ കടിൽ ചോര പെയ്യാവില്ല അപ്പൊ ചോര കൊടുക്കണോ ചൊല്ലുമ്പോ കാളമ്പാടി ഉസ്താദിനെ സംശയ ആർക്കോ എവിടെങ്കിലും നിങ്ങൾ കേടിയിട്ട് വരും ചോരടകളെ അതല്ല മെസ്സേജ് ഇടൂ വാട്സപ്പ് ഫേസ്ബുക്ക് അതല്ല മക്കളെ നന്റെ തടിക്ക് തന്റെ ഗണികത്തെ ചോര അത് ഹലാലാ അത് ഹറാമാ ഗൊന്തുണ്ട മക്കളെ കാരണമെന്തേ അല്ലാഹുവിന്റെ റസൂൽ ചൊന്നല്ലേ മന്നബത ലഹ്മുഹു മിനസ്സുഹത്ത് ഫന്നാറു ഔലാ ബി ഏതൊരുത്തരെ തടില് ഹറാമുടെ ചോര ബലണ്ടെങ്കില് അവന്റെ തടി സ്വർഗത്തേക്ക് പോവല്ലേ അത് നരകത്തേക്ക് ഉണ്ട് ചൊന്നില്ലേ ധൈര്യം ഉണ്ടാ ഏതൊരുത്തരെ ചോരയുടെ കൊടുക്കൂ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളെ കേൾക്കുകയോ അത് അള്ളാഹു തൗഫീഖ് നൽകിയ അമ്പിയാക്കന്മാരെ മുട്ട നിക്കടെ കണിക്കത്തെ ആലിമീങ്ങല്ലാണ്ട് സാധ്യമാ ಇದಕ್ಕೆಲ್ಲ ಮಾರ್ಗದರ್ಶನ ಆರಾಗೊಡುತ್ತದೆ ಈಗೆಲ್ಲ ಆದರಿಸಿ ಸೊನ್ನರಿ ನಮಗೂ നേതാവ് ശംസുലുലമ ഇങ്ങെല്ലാം ചൊന്നെന്തിരെ ഇത് രണ്ടാം കടക്കാരായിട്ടുള്ള ആലിമീങ്ങൾ ശംസുലുലമ കണ്ണിയത്ത് നോക്കുമ്പോ ഇങ്ങനത്തെ ഇത്രയും സൂക്ഷ്മതയുള്ള ആത്മാരൊക്കെയും ചെന്നത് കണ്ണിയത്ത് ഉസ്താദിലൊട്ടുകോ ശംസുലുലമരൊട്ടുകോ ചൊന്നറി അതായിട്ട് ശംസുലുലമയുടെയും അതുമായിട്ട് മഹാനായ കണ്ണിയത്ത് ഉസ്താദിനെയും പവർ ഉണ്ട്. സയ്യിദുനാ വ ഖായിദുനാ ജിഫ്രി തങ്ങൾ ചൊന്നോണ്ടുള്ളത് ഞങ്ങളൊട്ടും ഒന്നുമില്ല
ആ ശംസുലുലമയുടെ മാത്രമുള്ളേ അതായിട്ട് നമുക്ക് ഇനിയും നമുക്ക് മനസ്സിലാക്കുന്നില്ല. അതല്ലാണ്ട് വേറെ ഞാൻ ഇപ്പട്ടെ മഹാനായ ഷാഫി ഇമാം ചൊന്ന പലക്ക ഗൊന്തുണ്ട ഉഹിബ്ബു സ്വാലിഹീന വലസ്തു മിൻഹും. സ്വാലിഹീങ്ങളെ നാണ് ബിരുദമിക്കണേ. വലസ്തു മിൻഹും, നാണ് സ്വാലിഹീങ്ങളിൽപ്പെട്ട ആളല്ല. ഹബീബുനാ മുഹമ്മദ് മുസ്തഫ ചൊന്നല്ലേ നിങ്ങൾക്ക് ഒരു ആലിമുണ്ട്. ലോകം മുഴുവനും അഷ്ടദിക്ക് മുഴുവനും ഇൽമു മറക്കണ കണിക്കത്തെ ആലിം സയ്യിദ് പണ്ട് തന്റെ കുടുംബത്തിൽ. അങ്ങനത്തെ ആലിമ ചൊന്നെ പലക്കെന്തിരെ നാണ് സ്വാലിഹ്യങ്ങളിൽപ്പെട്ട ആളല്ല. പക്ഷെ ഇഷ്ടപ്പെട്ട കാരണം എന്ത്? അങ്ങനെ കൊണ്ട് നക്ക് നാല് ഷഫാഅത്ത് കിട്ടണം ചൊല്ല ആശ മാത്ര വേറൊന്നും കണ്ടിട്ട് സ്വത്തില്ല. ഈ മഹാന്മാരായ സമസ്ത ആലിമീങ്ങളെ ഫിൽസല്ലാണ്ട് ഞങ്ങൾക്ക് എന്തുമില്ല. ഇബാദത്ത് നിസ്കരിക്കോന്നുണ്ടെങ്കിൽ 1000 തലൽ പണ്ട് റുക്കു പോയതും നിനപ്പാവില്ല, ഫാത്തിഹ ഓതിയതും നിനപ്പാവില്ല. എവിടെ ഉള്ള റയിലുള്ള ബസ്, പള്ളിയിലുള്ള ഔത്തറുള്ള ഗുന്താവില്ല. അപ്പോ ഞങ്ങൾക്ക് രക്ഷപ്പെടുകയുള്ള തെരു എന്തിരെ മഹാനായ ഷാഫി ഇമാം ഞങ്ങൾ കാട്ടിത്തന്നതുപോലെ സാലിഹീങ്ങളെ തിരിച്ചെടുക്കുന്നത് മാത്രമായിട്ട്, അത് മാത്രമായിട്ട് യാതൊന്നും ഞങ്ങൾ കിട്ടക പോണ്ടല്ലേ. അപ്പോ ഞങ്ങൾ ചൊന്നല്ലേ എന്റെ പലക്കത്തിനാണ് നിപാടുകയും വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്നത് ഒരു ആയത്ത് ഖാഫ് സൂറത്തിലെ 34ാമത്തെ ആയത്തിൽ അല്ലാഹു ഓർമ്മാക്കിയ വഉസ്ലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീന ഗൈറ ബഈദ്. ആ സ്വർഗ്ഗമാ, ആ സ്വർഗത്തിന് പേരുമായിട്ട് എത്രയോ ആൾമാർ ആഗ്രഹിച്ചു പോയത് ആ സ്വർഗമുട്ടമണ്ടതാറുക. അള്ളാഹുടെ ഭാഗത്തേക്ക് മടങ്ങടെ ആൾമാർക്കായിട്ട് സ്വർഗം മുട്ടമണ്ടത്. മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബ്, വട്ടിയായിട്ടിരിക്കുമ്പോ വർത്തനായിട്ടിരിക്കുമ്പോ അള്ളാഹുടെ പേടിക്കണ കണിക്കത്തെ ആൾമാർ കൽവുമായിട്ട് വന്ന ആൾമാർ ഇങ്ങോട്ട് മാത്രമായിട്ട് സ്വർഗം മുട്ടവണ്ടത്. ഞങ്ങൾ സ്വർഗത്ത് കൊണ്ടല്ല, ഞങ്ങളെ സ്വർഗത്ത് മുട്ടാക്കടല്ല. സ്വർഗമേ ഞങ്ങളെ മുട്ടാവടൂ. 3 ഗുണങ്ങൾ വേണോ. ഒന്ന് അവ്വാബുൽ ഹഫീദ്, റബ്ബുടെ ഭാഗത്തേക്ക് മടങ്ങണത്. 2 മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബ്, ഒണ്ടിയായിട്ടിരിക്കുമ്പോൾ അല്ലാഹുവിനെ പേടിക്കരുത്. വജാഅ ബിഖൽബിൻ മുനീബ്, ഖേദിക്കുന്ന ഹൃദയം. ഈ ചൊന്നു പറഞ്ഞ ഞാൻ ഇത്രയുള്ള ഗുണങ്ങളെ ചൊന്നില്ലേ. ഇതെല്ലാം പേടിക്കുക ആർക്ക് സാധ്യ? അള്ളാഹുവിന്റെ റഹ്മത്തിനെ സ്വീകരിക്കുക ആർക്ക് സാധ്യ? ഇങ്ങനത്തെ ആൾമാർക്കായിട്ട് ഇതായിട്ട് അള്ളാഹു ഖുർആനിൽ ചൊന്നത്. അതുകൊണ്ട് ഖുർആൻ ലോകത്തിന് പക്ഷേ ഖുർആൻ അറബിയൻ ലിഖൗമി യഅലമൂൻ. എല്ലാവർക്കും അല്ല അത് വ്യാഖ്യാനിക്കപ്പെട്ടത്, അത് ബയാനാക്കപ്പെട്ടത് ലോകത്തിലുള്ള എല്ലാവർക്കും അല്ല, പിന്നെ ലിഖൗമി യഅലമൂൻ, ഇൽമുള്ള ആൾമാർക്ക് മാത്രമായിട്ട്. അല്ലാഹു ചൊന്നല്ലേ ആയത്തുകളെ വ്യാഖ്യാനിക്കപ്പെട്ടിട്ട് ആർക്ക് കല്ലുകത്തിന ഉണുക, അതല്ലെങ്കിൽ ഗാരസറാക്കണ ഉണുക, ചിത്തുപുലി മുക്കണ ഉണുക, താടി വിട്ട വിട്ട ഉണുക അല്ല. പിന്നെ ഖുർആൻ അറബിയ, അത് അറബി ഖുർആൻ വ്യാഖ്യാനിക്കപ്പെട്ടത് ലോകത്തിലുള്ള എല്ലാവർക്കും അല്ല. ഇംഗ്ലീഷ് മീഡിയത്തിൽ പോയിട്ട് പഠിച്ച പോലെയല്ല ഖുർആൻ പഠിക്കുന്നത്. പക്വതയുള്ള യോഗ്യതയുള്ള ആത്മാരായിട്ട് കിടന്നത്. അതേ ആയത്തിന് വ്യാഖ്യാനമാ ഖുർആൻ ചൊല്ലത്. തിരിഞ്ഞും തിരിയാത്ത അതുപോലെയല്ല.
അപ്പോ ഞങ്ങൾ സമസ്തത്തെ പിറകെ നിൽക്കുന്ന പിന്തൊരു ഉദ്ദേശം തെളിഞ്ഞെങ്കില് നബിയും സ്വഹാബത്തും പഠിപ്പാട്ടിയ ദീന്റെ ശരിക്കും ഞങ്ങൾക്ക് പഠിപ്പാട്ടിയത് ഞങ്ങളെക്കാട്ടി 90 വർഷത്തിനു മുന്നോട്ട് ജീവിച്ച വറക്കൽ മുല്ലക്കോയ തങ്ങൾ പ്രസവിച്ച സമയത്ത് മമ്പുറം തങ്ങൾ നട്ടുച്ചയ്ക്ക് നക്ഷത്രം കണ്ട് ഇത് കണ്ടിട്ട് മമ്പുറത്തെ മഹാനായ സയ്യിദ് അലവി തങ്ങള് പുതിയങ്ങാടിക്ക് വന്നിട്ട് ഈ വറക്കൽ മുല്ലക്കോയ തങ്ങൾ ചൊല്ലുന്ന ചെറിയ കിടാവിടെ കയ്യിൽ പിടിച്ച് ദ്വാരത്ത് അല്ലാഹുമ്മ തവ്വിൽ ഉംറ ഹാദൽ വലദ് ഈ കിടാവുടെ ഉംറ ഹാദൽ വലദ് ഈ കിടാവുടെ ആയുസ് ദീർഘമാക്കി ദ്വാരത്ത് അങ്ങനെ 120 വർഷം ജീവിച്ചിട്ട് നട്ടുച്ചയ്ക്ക് നക്ഷത്രം കണ്ടപ്പോ മമ്പുറത്ത് സയ്യിദ് അലവി തങ്ങള് പുതിയങ്ങാടിക്ക് വന്നിട്ട് വറക്കൽ മുല്ലക്കോയ തങ്ങള് ചൊല്ല് ആ ചെറിയ കിടാവിടെ കയ്യിൽ പിടിച്ചിട്ട് ദ്വാരത്ത് അല്ലാഹുവേ ഈ കിടാവുള്ള വലിയ ഒരു ദീന്റെ പ്രസ്ഥാനം അതുകൊണ്ട് നീ ആയുസ് നീട്ടിക്കൊട്. അങ്ങനെ ദീർഘമായി ജീവിച്ചിട്ട് 120 വർഷക്കാലം ജീവിച്ചിട്ട് വഫാത്തിന് 4 വർഷം മുന്നേ സമസ്താക്കളുടെ അഹിതമായ പ്രസ്ഥാനത്തെ ഉണ്ടാക്കുന്നത്. ഇത് നോക്കൂ, ഇനി എവിടെ വഫാത്തിന് 4 വർഷത്തിന് മുന്നോട്ടായിട്ടിക്കട് ഈ സമസ്താക്കളുടെ ഗണിക്കത്തെ സംഘടന രൂപീകരിക്കണേ. എന്നിട്ട് അവിടെ ദുആർന്നത് അല്ലാഹുവേ മഹദി ഇമാം തോലും എതിരെ നിലനിൽക്കുന്ന തമ്പുരാനെ. അതായിട്ട് ഞങ്ങളെ പ്രസ്ഥാനം അല്ലാഹു ആ പ്രസ്ഥാനത്തിൽ അടിവറച്ച് നിന്നിട്ട് നമുക്ക് ജീവിക്കുകയും അതുപോലെ ഞങ്ങളെ ഈമാന്റെ ബച്ചവാക്കുകയും തഖ്വഉള്ളങ്ങായി ജീവിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് തരട്ടെ. ആ ചൊന്നത് ആരായി പോയിരിക്കുന്നു മാഫാക്കുറി ചൊന്നുണ്ടോ. ഞാൻ ബഹുമാനപ്പെട്ട നിസാമി ഉസ്താദിന് സാരവത്തായി അർത്ഥഗർഭിതമായിട്ടുള്ള പ്രൗഢോജ്വലമായിട്ടുള്ള നല്ല ഒരു മാധുര്യമുള്ള ഗണികത്തെ ശൈലിയിലുള്ള ആ പ്രഭാഷണം കേൾക്കുക നിങ്ങൾ കാത്തുകൊണ്ടിരിക്കുവാൻ അതിനിടയിൽ നാട്ടില് ഇങ്ങനെ വിഷയങ്ങൾ ചൊന്നരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കട്ടെ. ഇത് സമസ്ത ചൊല്ലതിരെ അടിസ്ഥാനമായിട്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ചൊന്നുണ്ടു ನಾನು ನಿಪಾಟ್ರೆ ನಿಮ್ಮೊಂದು ವರ್ಗರು ಇನ್ಶಾ ಅಲ್ಲಾಹ್ ನಾನೊಂದು ವರ್ಗಡೆ ಅಲ್ಲಾಹ್ ഞങ്ങളെല്ലാം ഖൈർ അഹൽക്കാരിൽ ഉൾപ്പെടുത്തി തരട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.